ഇന്ന് നമുക്ക് പപ്പായ ബജി ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായ ബജി ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് മാവ് കുഴക്കാം. പപ്പായ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമുക്ക് കുറച്ച് സമയം വെക്കാം. ഉപ്പ് പിടിക്കട്ടെ. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്ക് ഈ പപ്പായ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഇത് വെള്ളത്തിൽ കുതിരട്ടെ. അപ്പം നന്നായിട്ട് ഉപ്പ് പിടിച്ചാൽ നമ്മൾ ബജി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പപ്പായ ബജി ഉണ്ടാക്കാൻ നമുക്ക് മാവ് കുഴച്ച് വെക്കാം. കുറച്ച് മൈദപ്പൊടി എടുത്ത് നമുക്ക് കുഴക്കാം. കുഴച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ച് മുളക് പൊടി ഇടാം. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ആ ബാറ്റർ നമുക്കൊന്ന് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കുഴക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴയട്ടെ. കുഴഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പപ്പായ വട ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ ഇട്ട് വെച്ച പപ്പായ ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് ഊറ്റി വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റാം. ഇത്ര നമുക്ക് എടുത്തിട്ട് പപ്പായ വട ഉണ്ടാക്കാം. നമുക്കിനി സ്റ്റൗ ഒന്ന് കത്തിച്ച് പാത്രം വെച്ച് നമുക്ക് എണ്ണ ചൂടാക്കാം. ഇത് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് പൊരിക്കാം. പപ്പായ വട ഉണ്ടാക്കാം. ഇനി നമുക്ക് പപ്പായ എടുത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് മുക്കിയിട്ട് പൊരിക്കാം. ഓക്കെ, മുക്കിക്കൊണ്ടിരിക്കുകയെന്ന് മുക്കിയിട്ട് നമുക്ക് പൊരിക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ എല്ലാം നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പപ്പായ ബജി നമുക്ക് ഉണ്ടാക്കാം. പൊരിയട്ടെ. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പപ്പായ ബജി. അപ്പോൾ നമ്മൾ പപ്പായ ബജി എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ പപ്പായ ബജി അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വേവട്ടെ. ഒരു സൈഡായിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടി പപ്പായ ബജി നന്നായിട്ട് മൊരിയട്ടെ. നമുക്ക് നമ്മുടെ പപ്പായ ബജി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. കോരി പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് രണ്ട് സൈഡും മൊരിയട്ടെ. അപ്പോൾ നമുക്കിത് നല്ലോണം മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. മൊരിഞ്ഞ് കിട്ടി. നമുക്കിനി അത് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിൽ എണ്ണ വാറട്ടെ. എന്നിട്ട് നമുക്കത് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ വട നന്നായിട്ട് വറുത്ത് കോരി കിട്ടിയിട്ടുണ്ട്. ടിൻറ്റു വാ കഴിക്ക്. പപ്പായ വട എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. കഴിച്ചു നോക്ക്. ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്.
ടേസ്റ്റ് ഉണ്ടാ? കഴിച്ചു നോക്ക് നീ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ നമുക്ക്. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയല്ലേ പപ്പായ വട. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വട വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ഞാനും കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാനിത് കഴിച്ചു നോക്കട്ടെ, പപ്പായ വട കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്, പപ്പായ വട. കഴിച്ചു നോക്കട്ടെ.